മഹാരാഷ്ട്രയിലെ പാൽഗറിൽ സെക്സ് റാക്കറ്റിൽ നിന്നും പോലീസ് രക്ഷപ്പെടുത്തിയ 14കാരി വെളിപ്പെടുത്തിയത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. 3 മാസത്തിനിടെ തന്നെ 200ഓളം പേർ ലൈംഗികമായി പീഡിപ്പിച്ചതായി ബംഗ്ലാദേശ് സ്വദേശിയായ പെൺകുട്ടി പോലീസിന് മൊഴി നൽകി. പെൺകുട്ടിയെ പ്രായപൂർത്തിയാക്കുന്നതിനായി ഹോർമോണുകൾ കുത്തിവെച്ചതായും ലഹരി മരുന്ന് നൽകി ലൈംഗിക വൃത്തിക്ക് നിർബന്ധിച്ചിരുന്നതായും പോലീസ് പറയുന്നു. ഒരു വിഷയത്തിൽ തോറ്റതിനെ തുടർന്നാണ് ബംഗ്ലാദേശിലെ വീട്ടിൽ നിന്ന് പെൺകുട്ടി ഒളിച്ചോടിയത്. തുടർന്ന് സെക്സ് റാക്കറ്റിന്റെ കയ്യിൽ അകപ്പെടുകയായിരുന്നു. ഗുജറാത്തിലെ നാദിയാദിലേക്കാണ് ആദ്യം തന്നെ കടത്തിയതെന്നും അവിടെ വെച്ച് ആദ്യത്തെ പീഡനം നടന്നെന്നുമാണ് ഇരയായ 14 വയസ്സുകാരി പറയുന്നത്. മഹാരാഷ്ട്രയിലെ പാൽഗർ ജില്ലയിൽ നിന്നാണ് പെൺകുട്ടിയെ പോലീസും മനുഷ്യാവകാശ പ്രവർത്തകരും ചേർന്ന് രക്ഷപ്പെടുത്തിയത്. ബംഗ്ലാദേശി പെൺകുട്ടിയെ 200ഓളം പേർ ലൈംഗികമായി ദുരുപയോഗം ചെയ്തെന്നാണ് വെളിപ്പെടുത്തൽ. ജുവനൈൽ ഹോമിൽ പാർപ്പിച്ച പെൺകുട്ടിയുടെ മൊഴി പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ്. പെൺകുട്ടിയെ പ്രായപൂർത്തിയാക്കുന്നതിനായി ഹോർമോൺ കുത്തിവെപ്പുകൾ നൽകിയിരിക്കാമെന്നും പോലീസ് പറയുന്നു. പെൺകുട്ടിക്ക് മയക്കുമരുന്ന് നൽകിയ ശേഷം ലൈംഗിക വൃത്തിക്ക് നിർബന്ധിച്ചതായും തിരിച്ചറിയാൻ സ്പൂൺ ചൂടാക്കി പൊള്ളലേൽപ്പിച്ച് ശരീരത്തിൽ അടയാളമുണ്ടാക്കിയതായും ഉദ്യോഗസ്ഥർ പറയുന്നു. നിരന്തര മർദ്ദനത്തിനും പെൺകുട്ടി ഇരയായിട്ടുണ്ട്. മീര ഭായന്ദർ വസായ് വിരാൽ പോലീസിന്റെ ആന്റി ഹ്യൂമൻ ട്രാഫിക്കിംഗ് യൂണിറ്റ്, എൻജിഒകളായ എക്സോഡസ് റോഡ് ഇന്ത്യ ഫൗണ്ടേഷൻ, ഹാർമണി ഫൗണ്ടേഷൻ എന്നിവയുമായി സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലാണ് ജൂലൈ 26-ന് വസായിലെ നൈഗാവിലുള്ള ഫ്ളാറ്റിലെ റെയ്ഡിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ മോചിപ്പിച്ചത്. 14 വയസ്സുള്ള പെൺകുട്ടി ഉൾപ്പെടെ 5 പേരെയാണ് ഓപ്പറേഷനിലൂടെ സെക്സ് റാക്കറ്റിന്റെ പിടിയിൽ നിന്നും സംഘം മോചിപ്പിച്ചത്. സംഭവത്തിൽ 10ഓളം പേർ അറസ്റ്റിലായിട്ടുണ്ട്. ഇവരിൽ 2 പേർ സ്ത്രീകളാണ്. ഈ സ്ത്രീകളാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിലേക്ക് കടത്തിയത്. ഇവരിൽ ഒരാൾ പെൺകുട്ടിയുടെ പരിചയക്കാരിയാണെന്നും റിപ്പോർട്ടിലുണ്ട്. പെൺകുട്ടികളെ നവി മുംബൈ, പൂനെ, ഗുജറാത്ത്, കർണാടക എന്നിവിടങ്ങളിലേക്ക് കടത്തിയതായാണ് നിഗമനം. റാക്കറ്റിൽ ഉൾപ്പെട്ട മറ്റ് പ്രതികളെ പിടികൂടാൻ രാജ്യത്തെ വിവിധയിടങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചതായി പോലീസ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.